നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയപ്പോ അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒന്നറിയാൻ വേണ്ടിയാ. എന്റെ പൊന്നു ചേച്ചി കാര്യം പറ. അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? എന്ത് സംഭവിക്കാൻ? പടച്ചോന് ഈ പെണ്ണും പിള്ളി ഇതെങ്ങനെ അറിഞ്ഞത്? ഓൻ പറഞ്ഞു കാണും തേണ്ടി. അല്ല, ഈ ആതിരമോളും ചേച്ചിയോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ഊഹിച്ചു. അത് വെറുതെ. ആരും പറയാതെ ഇതൊക്കെ അറിയാൻ ചേച്ചിക്ക് എന്താ ത്രികാലജ്ഞാനം ഉണ്ടാ? ഉണ്ട്. എനിക്ക് മാത്രമല്ല, ഭൂമിയിലെ സർവ്വ പെറ്റമ്മമാർക്കും ത്രികാലജ്ഞാനം ഉണ്ട്. മക്കളുടെ ഒരു ചെറു ചലനം പോലും അവർക്ക് മനസ്സിലാവും. അതൊക്കെ ചുമ്മാ സുനീഷ് പറഞ്ഞു കാണും. ആരോടും പറയണ്ടെന്ന് ആ വായി നോക്കിയെടുത്ത് 100 പ്രാവശ്യം പറഞ്ഞതാ. അതെങ്ങനെ? അവന്റെ ഓട്ട മനസ്സിനകത്തൊന്നും ഇരിക്കത്തില്ലല്ലോ. അയ്യോ, അവനൊന്നും പറഞ്ഞതല്ല. അല്ലെങ്കിലും ഇതുപോലൊരു കാര്യം ഒരമ്മയ്ക്ക് മകനോട് ചോദിക്കാൻ പറ്റുമോ? ചേച്ചി എന്തിന്റെ കാര്യം ഈ പറയുന്നേ? അത് ഈ ശാന്തി. ശാന്തിയോ? ഏത് ശാന്തി? ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യാ ഞാൻ പറഞ്ഞത്. ഇന്നലെ അവളവനും ഒരുമിച്ചാണോ കഴിഞ്ഞത്? അതായിരുന്നോ? പിന്നെ നായരെന്താ വിചാരിച്ചേ? അല്ല, ഞാനൊന്നും വിചാരിച്ചില്ല. അല്ല, ഞാൻ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അവര് ഇന്നലെ ഒരുമിച്ചായിരുന്നോ? പിന്നെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചല്ലേ കഴിയേണ്ടത്? അതല്ല. ഏതല്ലെന്ന്? എന്നാലും എന്റെ ചേച്ചി അവിവാഹിതനായി പുരം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ. അറിഞ്ഞിട്ട് കാര്യമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ നായരെ. പിന്നെ അതൊക്കെ എത്തി നോക്കലല്ലേ എന്റെ പണി. ചേച്ചി ഒന്ന് പോയേ. അത് എന്നോട് കാര്യം ചോദിക്കട്ടെ. എന്താ നായരേട്ടാ? ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. എന്താ ചേട്ടാ? ഇന്നലെ രാത്രിയിലെ നീ എവിടെയാ കിടന്നേ? മനസ്സിലായില്ല. എടാ പൊട്ടാ, നീയും അവള് ഒന്നിച്ചാണോ കിടന്നതെന്ന്? അതറിഞ്ഞിട്ട് ഇപ്പൊ ചേട്ടൻ എന്ത് വേണം? എടാ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, ഇതിപ്പോ ആരും പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ചുമ്മാ എനിക്കൊന്നറിയാൻ വേണ്ടി. അങ്ങനെ ഇപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട. ഇതൊക്കെ എന്റെ പേഴ്സണൽ മാറ്റർ അല്ലേ. ഇപ്പൊ ചോദിച്ചിരിക്കട്ടെ, മേലെ ഇത് ആവർത്തിക്കരുത്. എടാ സുനീഷ്, ഡേയ് അവൻ അങ്ങനെയുള്ള ആളല്ല. എന്തായിരുന്നു ഉദ്ദേശം? നമ്മളെ വേരോടെ പിഴുതു കളയുക, അല്ലാതെന്താ? ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഒന്നുകിൽ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ എന്നേക്കുമായി എല്ലാം അവസാനിക്കും. ഏത് സൂര്യനും ഒരു അസ്തമയമില്ലേടാ. ഈ സൂര്യനും അസ്തമിക്കും, അധികം വൈകാതെ. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷെ മരിക്കുന്നെങ്കിൽ അത് അന്തസ്സോടെ വേണം. മരണമല്ല അവരർഹിക്കുന്നത്, അതിലും വലുത്. അതെന്താണെന്ന് നീ കാണും. മരിക്കാനല്ലല്ലോ ചേച്ചി, ജീവിക്കാനല്ലേ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. ഇങ്ങനെ ജീവിക്കുന്നതല്ലേ
എന്താ ഏട്ടാ അർത്ഥം? ഒരുപാട് അർത്ഥമുണ്ട് വിശ്വേട്ടന്റെ ആ മൗനത്തിന്. ഇറ്റ്സ് സോ ഡേഞ്ചറസ്. പണ്ട് മെഗന് ചോറും കൊണ്ട് ഭീമസേനൻ പോയി, ഒരു പോത്തുവണ്ടി നിറയെ വിഭവങ്ങളുമായി. എന്നിട്ട് മെഗന്റെ മുന്നിൽ ചെന്നപ്പോ ഭീമൻ അത് മുഴുവനും ഉരുട്ടി വിഴുങ്ങി. ഉരുട്ടി വിഴുങ്ങാൻ നമ്മളെ നിന്നു കൊടുത്തിട്ട് വേണ്ടേ? അപ്പോ മെഗൻ പൊട്ടിച്ചിരിച്ചു. ദ്രൗപദി കൗരവന്മാരോട് ചൂത് ജയിച്ചപ്പോഴും പാണ്ഡവന്മാർ പറഞ്ഞത് ഇത് തന്നെയാ. തിന്നോ തിന്നോ, നിന്നെ ഞാൻ ഒന്നിച്ച് തിന്നോളാമെന്ന്. പെണ്ണ് നേടിയ വിജയം അവർക്ക് അപമാനമായിരുന്നു. അപമാനം, മഹാ അപമാനം. എനിക്കറിയാമടാ. പക്ഷേ തിര പിൻവലിയുന്നത് തീരമൊരുക്കാനല്ല, സുനാമിയായി മടങ്ങി വരാനാ. വരും, വിശ്വനാഥൻ വരും. ഈ പ്രപഞ്ചം മുഴുവൻ തച്ച് തകർക്കാൻ കഴിവുള്ള ഒരൊന്നാന്തരം സുനാമിയായി. പെണ്ണ് നേടുന്ന വിജയം അപമാനമല്ല, അഭിമാനമാണെന്ന് നമുക്ക് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കണം. ഇനിയുള്ള നമ്മുടെ ഓരോ ചുവടുവയ്പ്പുകളും അതിനുവേണ്ടിയുള്ളതാവണം. പറ ചന്ദ്രദാസ്. സർ, ഞാനെത്തി. എന്തായി? ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടിയോ? കിട്ടി സർ. ഇനി എന്താ വേണ്ടതെന്ന് അറിയാലോ? അറിയാം സർ. ശത്രുവിനോട് ഒരിക്കലും ഒരു ദയം കാണിക്കാൻ പാടില്ല. ആക്രമണം, അത് മാത്രമാണ് യുദ്ധത്തിന്റെ നീതി. ചെട്ടിയാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചന്ദ്രദാസ് ഏറ്റെടുക്കുന്ന ആദ്യത്തെ ജോലിയാ. ഭംഗിയെ നടക്കാൻ ഞാൻ കടവളിനോട് പ്രാർത്ഥിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. ആര്? ജോൺ മാത്യുവോ? കുറെ നാളായാലോടോ, തന്നെ കൊണ്ടൊന്നും കാണാനില്ലല്ലോ. മുതലാളിയേക്കാൾ വലിയ തിരക്കാണല്ലോ മാനേജർക്ക്. ഓഡിറ്റിംഗ് നടക്കുന്ന സമയമല്ലേ, നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. പോരാത്തതിന് മാനേജ്മെന്റ് മാറിയല്ലോ. മാനേജ്മെന്റ് മാറിയെന്നോ? അതെ, ഇപ്പോ കാവേരി മാഡമാണല്ലോ നമ്മുടെ എല്ലാ സ്ഥാപനത്തിന്റെയും കസ്റ്റഡിയൻ. ഞാൻ വന്നത് മാഡത്തെ കാണാനാ. ജോൺ മാത്യു എത്തിയോ? വരൂ. മറ്റുള്ളവരെ കൂടെ വിളിച്ച ആ സൈനിങ് പ്രൊസീജിയർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു മാഡം. പിന്നെന്താ,
നന്ദിതേ